ഇപ്പോൾ ബി.ജെ.പി. നേതാവ് കുമ്മനം രാജശേഖരൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ദൃശ്യത്തിലേക്ക്. അതിനെ വിലയിരുത്താനും പരിശോധിക്കാനും ഉള്ള സംവിധാനമുണ്ട്. നിലവിലുള്ള നേതൃത്വത്തിന്റെ പിടിപ്പുകേടാണെന്ന് പറഞ്ഞു പാർട്ടിക്കുള്ളിൽ നിന്ന് അങ്ങനെയുള്ള വിമർശനങ്ങളൊന്നുമില്ല. അതൊക്കെ പറഞ്ഞ് ഓരോരുത്തരും പ്രചരിപ്പിക്കുന്നതാണ്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുമ്പും പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പരാജയം എങ്ങനെയാണെന്നുള്ളത് പരിശോധിക്കും. എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ചെയ്ത് സുശക്തമായ ബഹുജന അടിത്തറയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും. ആര്? അല്ല, എനിക്കത് അറിഞ്ഞുകൂടാ. എനിക്കത് അറിഞ്ഞുകൂടാ. അല്ല, അത് പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പാർട്ടിയാണ് അദ്ദേഹത്തെ അധ്യക്ഷനാക്കിയത്. പാർട്ടി ഈ കാര്യങ്ങളൊക്കെ ചർച്ചയിട്ട് തീരുമാനങ്ങൾ കൈക്കൊള്ളും. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന് വിലയിരുത്താൻ പോവുകയാണ്. നാളെ ഒക്കെ ആയിട്ട് കൂടുന്ന എല്ലാ നേതാക്കന്മാരും ഒരുമിച്ച് കൂടുകയാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഇലക്ഷൻ കഴിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ഒരുമിച്ച് കൂടിയോ? ഇല്ലല്ലോ. ഇവിടെ LDF-ഉം തകർന്നു തരിപ്പണായില്ലേ? കോൺഗ്രസിന് വോട്ടുകൾ കുറഞ്ഞിട്ടില്ലേ? മറ്റ് സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് തോറ്റ് ചുന്നം പാടി. അവരാരെങ്കിലും വിലയിരുത്തുന്നു? നമ്മുടെ പാർട്ടി ബഹുജന അടിത്തറയുള്ള ഒരു ജനകീയ പ്രസ്ഥാനമാണ്. ആ പാർട്ടി എല്ലാം വിലയിരുത്തും. പാർട്ടി പ്രവർത്തകർക്ക് പറയാനുള്ളതെല്ലാം കേൾക്കും. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണ്. ഈ കാര്യത്തിൽ വിശാലമായൊരു മനസ്സാണ് പാർട്ടി നേതൃത്വത്തിനുള്ളത്. അല്ല, അതൊന്നും ഞാനല്ലോ തീരുമാനിക്കുന്നത്. അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാർട്ടി എന്ത് ചെയ്യണമെന്ന് പാർട്ടി അതിനുള്ള സംവിധാനമുണ്ട്. പാർട്ടി ചർച്ച ചെയ്യും. എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. പാർട്ടി മുന്നോട്ടേക്ക് പോകും. പാർട്ടിയിൽ യാതൊരു വിധത്തിലുള്ള അന്തഛിദ്രവുമില്ല, ശൈഥില്യങ്ങളുമില്ല. പാർട്ടി പരാജയപ്പെടുന്നു. ഞങ്ങളൊക്കെ ഇവിടെ 1980 മുതൽ ഇവിടെ പ്രവർത്തിക്കുമ്പോൾ വളരെ ശുഷ്കമായിരുന്നു. 5% വോട്ട് മാത്രം ഉണ്ടായിരുന്ന പ്രസ്ഥാനമാണ്. ഞങ്ങൾ ഓരോ ഇലക്ഷനും പാഠങ്ങൾ പഠിക്കാറുണ്ട്. മുന്നോട്ടേക്ക് കറക്റ്റ് ചെയ്ത് പോയിട്ടുമുണ്ട്. ഇനിയും മുന്നോട്ടേക്ക് അങ്ങനെ തന്നെ പോകും. ഇതൊരു വലിയ തകർന്നു തരിപ്പണമായി പോയി പരാജയപ്പെട്ടതുകൊണ്ട് പാർട്ടി ഇനി ഇല്ലാതായി എന്നൊന്നും ആരും കരുതണ്ട. പാർട്ടി നല്ല ശക്തി സമാഹരിച്ചുകൊണ്ട് തന്നെ എല്ലാം പുനഃപരിശോധിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും. അല്ല, അതാണ് കോൺഗ്രസ് അതിന് ഉത്തരം ഇതുവരെ പറയുന്നില്ലല്ലോ. ഇതിലുള്ള തീവ്രവാദ ഭീകര സംഘടനകളുടെ ഒക്കെ പിന്തുണ നേടി ഒരു വിജയം കരസ്ഥമാക്കിയ പാർട്ടി എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ജയിക്കാൻ ഇടയായത് എന്നുള്ളതിനെ കുമ്മനം രാജശേഖരനാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. പാർട്ടിയിൽ പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്നും പ്രശ്നങ്ങൾ അഥവാ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്നും ആണ് കുമ്മനം രാജശേഖരൻ മാധ്യമങ്ങളോട് പറഞ്ഞത്.